SSLC എക്സാമിനേഷൻ മാർച്ച് 2022 ICT മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ മലയാളം മീഡിയം ഗ്രൂപ്പ് 4 ചലിക്കും ചിത്രങ്ങൾ എന്ന വിഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യം. സിൻഫിക് സ്റ്റുഡിയോ ഉപയോഗിച്ച് ഒരു ഹെലികോപ്റ്റർ പറന്നുയരുന്നതിന്റെ ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10 നിന്നും fly-bg.png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 10 നിന്നും helicopter.png എന്ന ചിത്രം ഉൾപ്പെടുത്തി വലിപ്പം ക്രമീകരിക്കുക. ഹെലികോപ്റ്ററിന് പറന്നുയരുന്നതിന്റെ ആനിമേഷൻ നൽകുക. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സ് മെനുവിൽ നിന്നും സിൻഫിക് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വരുന്നു. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10 നിന്നും fly-bg.png ഇവിടെ ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിലെ fly-bg.png എന്ന ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിത്രം വന്നിട്ടുണ്ട്. ഇനി ഹോമിലെ ഇമേജസ് 10 നിന്നും helicopter.png എന്ന ചിത്രം ഉൾപ്പെടുത്തി അതിന്റെ വലിപ്പം ക്രമീകരിക്കണം. അതിനുവേണ്ടി ഫയലിൽ വീണ്ടും ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. നേരത്തെ ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും അതേ ഫോൾഡർ തന്നെ ഇവിടെ സെലക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് helicopter.png എന്ന ചിത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. helicopter.png എന്ന ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹെലികോപ്റ്ററിന്റെ ചിത്രം വന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററിന്റെ ചിത്രത്തിന്റെ വലിപ്പം ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ നോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലുള്ള ഈ ചുവന്ന നോഡിൽ ക്ലിക്ക് ചെയ്ത് നീക്കുകയാണെങ്കിൽ ഇതിന്റെ വലിപ്പം കൂട്ടുവാനും കുറക്കുവാനും ഒക്കെ നമുക്ക് പറ്റും. നമുക്ക് ഏകദേശം ഈ ഭാഗത്തായിട്ട് ഈ ഹെലികോപ്റ്റർ വെക്കാം, സ്ഥാപിക്കാം. ഇവിടെ നിന്ന് മുകളിലേക്ക് പറന്നുയരുന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ ക്രമീകരിക്കാം. അതിനുവേണ്ടി ഇവിടെ വലത്ത് താഴെയായി കാണുന്ന ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഈ ജാലകത്തിന് ചുവന്ന നിറത്തിലുള്ള ഒരു ചതുരം പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാം. ഇപ്പോൾ 0 ഫ്രെയിമിലാണ് നിൽക്കുന്നത്. നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള 120 ഫ്രെയിമുകളാണ് സാധാരണയായി. അപ്പോൾ 120ാമത്തെ ഫ്രെയിം എത്തുന്ന സമയത്ത് ഈ ഹെലികോപ്റ്റർ മുകളിൽ എത്തുന്ന രൂപത്തിലാണ് നമുക്കിത് ക്രമീകരിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ 0 ഫ്രെയിം എന്നാണ് ഉള്ളത്. അത് നമ്മളിവിടെ 120F എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ അമർത്തുന്നു. അതിനുശേഷം എവിടെയാണോ 120ാമത്തെ ഫ്രെയിമിൽ ഈ ഹെലികോപ്റ്റർ വരേണ്ടത് അവിടേക്ക് നമുക്ക് ഈ ഹെലികോപ്റ്ററിനെ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി നടുഭാഗത്തായി കാണുന്ന ഈ പച്ച നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നീക്കാം. ഇങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് ഹെലികോപ്റ്ററിന്റെ വലുപ്പം നമുക്ക് ചെറുതാക്കാം. അതിനുവേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത ഈ ചുവപ്പ് നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വലുപ്പം കുറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെറുതാക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് മുകളിലേക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് താഴെയുള്ള ഈ ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആനിമേഷൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. ഇനി ഒന്ന് ആനിമേഷൻ നമുക്കൊന്ന് കാണുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ഹെലികോപ്റ്ററിനെ ഇതിന്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഇവിടെയുള്ള ഈ സീക്ക് ടു ബിഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹെലികോപ്റ്റർ ഇവിടെയാണുള്ളത്. നമുക്ക് പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഈ ഹെലികോപ്റ്റർ പറന്ന് മുകളിലേക്ക് ഉയർന്നു. അതോടുകൂടി തന്നെ അതിന്റെ വലുപ്പവും കുറയുന്ന രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റാൻ കഴിയും. ഇനി ഹെലികോപ്റ്ററിന് പറന്നു വരുന്നതിന്റെ ആനിമേഷൻ നമ്മൾ നൽകി. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അതിനുവേണ്ടി ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുക. റെൻഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ചൂസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിലുള്ള exam10 എന്ന ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ ഫയലിന്റെ പേര് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ, ഇത് മൂന്നാമത്തെ ചോദ്യം എന്ന നിലത്തിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ നൽകി .FLV എന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് ഇത് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത്. ഇങ്ങനെ ഫയൽ നാമം നൽകിയതിനു ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഫയൽ നെയിം എന്ന ഭാഗത്ത് കൃത്യമായി നിങ്ങൾ സേവ് ചെയ്യുന്ന ഫോൾഡറിന്റെയും ഫയലിന്റെയും പേര് കൃത്യമായി വന്നത് കാണാം. താഴെയുള്ള റെൻഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റെൻഡറിംഗ് എന്ന് എഴുതി വരുന്നത് കാണാം. റെൻഡറിംഗ് അവസാനിക്കുമ്പോൾ ഇവിടെ ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്നും വരുന്നത് കാണാം. ഇത് മിനിമൈസ് ചെയ്തുകൊണ്ട് ഹോമിലുള്ള exam10 എന്ന ഫോൾഡറിനകത്ത് ഇപ്പോൾ നമുക്ക്
രജിസ്റ്റർ നമ്പർ _3.flv എന്ന ഈ ഫയൽ വന്നത് കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിച്ചു നോക്കാം. കൃത്യമായി ഹെലികോപ്റ്റർ താഴെ നിന്ന് മുകളിലേക്ക് പറന്നുയരുന്നതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത പ്രവർത്തനം റെൻഡർ ചെയ്തതിന് ശേഷം exam10 എന്ന ഫോൾഡറിൽ ആ ഫയൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.